നിങ്ങളടുത്ത് 10ാം ക്ലാസ് ആണ് നിങ്ങളെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞ് +2 ചെല്ലുമ്പോ പറഞ്ഞാൽ അതൊന്നും അല്ല വഴിത്തിരിവ്. പിന്നാണ് മനസ്സിലായത് ചുരമാണ്. കമ്പാരിസൺ ആണ്. അവനെ കണ്ടുപടി അവന്റെ കാലിൽ വെള്ളം ഇത് വ്യക്തിപരമായി ഉത്തരം ഏത് ചോദിച്ചിട്ടാണ് പറയണ്ടേ? എവിടെ വന്നിരിക്കുന്നത്? ഈ സോഫയിൽ വന്നിരിക്കുന്നത്. കഷ്ടപ്പെട്ട് രാത്രി ഉറക്കൊളിച്ച് പഠിച്ച് എക്സാം എഴുതുന്ന പിള്ളേരെ കളിയാക്കുന്ന പരിപാടിയാണ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരാമരത്തിന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ടോപ്പിക്ക് അങ്ങനെയൊക്കെ നമ്മളായിട്ട് വല്ലാത്തൊന്നും നമ്മൾ എടുക്കുന്നില്ല. എന്നാലും നമുക്കൊരു ടോപ്പിക് ഉണ്ട്, അതില്ലാതില്ല. ഇപ്പോ എല്ലാരും പരിചയപ്പെടുത്താനായിട്ട് എല്ലാവർക്കും ഇവരെല്ലാവർക്കും അറിയാം. പിന്നെ പുതുതായിട്ട് നമ്മൾ ആരും പരിചയപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പ്രത്യേക ഒരു ടോപ്പിക് ഒന്നും അല്ലത്. എന്നുവെച്ചാൽ ഇതിനെ കുറിച്ച് എടുത്ത് ഭയങ്കര വിവരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നുമില്ല. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ നമ്മുടെ പരമാവധി നമ്മളത് ബെസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റും എല്ലാം നമ്മൾ വായിച്ചു. നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മളെ കുറെ പേര് പറയുന്നുണ്ട്. അതൊക്കെ നമ്മളറിയാം. നമ്മുടെ പോരായ്മകൾ നമുക്ക് അറിയാം. നമ്മുടെ പോരായ്മ നമുക്ക് നല്ലോണം അറിയാം. പറയുമ്പോഴേ നമുക്ക് മാറ്റങ്ങൾ അല്ല, ഇതിപ്പോ നമ്മൾ 3 വീഡിയോ ആയി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഫെസിലിറ്റിയുടെ കുറവുകളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര പരിമിതികളുണ്ട്. അപ്പൊ ഇനിയും ഇതിനപ്പുറം നല്ലൊരു പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് എല്ലാവരുടെയും വേണം. നമ്മളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വേണം. ഇപ്പൊ ഇതിപ്പോ ഏത് മാസമാണ്? മാർച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മാർച്ച് മാസം, അല്ലെങ്കിൽ മാർച്ച് തൊട്ട് അങ്ങോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്ന സംഭവം അതൊക്കെ അല്ല. നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 7 കാലം. അതെ, ഇപ്പൊ മാർച്ച് ഏപ്രിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മന്തിന്റെ ക്ലോസിംഗ്. ഞാൻ ഈ മാർച്ച് മാസം എന്ന് പറയുമ്പോ ഏറ്റവും ഹൈലൈറ്റ് 10th +2 അങ്ങനെ പറഞ്ഞ് പറ്റിച്ചത്. അങ്ങനെ പറ്റിച്ചത് അല്ലെ? ഏതൊരു സിനിമയ്ക്കെന്ന് പറയത്തില്ല. നിങ്ങളടുത്ത് 10ാം ക്ലാസ് ആണ് നിങ്ങളെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞ് +2 ചെല്ലുമ്പോ പറഞ്ഞാൽ അതൊന്നും അല്ല വഴിത്തിരിവ്. പിന്നാണ് മനസ്സിലായത് ചുരമാണ്. ഒരുപാട് തിരിവുണ്ട്. ചുരുളിയാണ്. അതാ മറ്റേ ഇന്നത്തെ ഒരു ചുരുളി അതിനകത്ത് ചെക്ക് പോസ്റ്റ് മാത്രമായി. അതെ, അയ്യോ സത്യം. ആദ്യത്തെ 10+2 ഒന്നുമില്ല. 10ൽ A+ ഒക്കെ എന്ത് വരുന്നു? ഇപ്പോഴും ഉണ്ട് A+ന്റെ പരിപാടിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ A+ അറിയാം. ട്യൂഷൻ സെന്റർ. ഞങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ ഇത്ര പേർക്ക് സ്കൂളുകൾക്ക് ഇത്ര ശതമാനം വിജയ പരിപാടിയുണ്ട്. ഉണ്ടല്ലോ. അല്ല, അത് ഈ A+ ഇല്ലെങ്കിൽ അവർക്ക് വിജയം വരും. അതായത് ഇപ്പൊ B+ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതല്ല. A+നെ ഹൈലൈറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. ഞങ്ങളുടെ സ്കൂളില് 50% A+ വിദ്യാർത്ഥികൾ. അതായത് ഒരു ചിലപ്പോൾ 100 പിള്ളേരിനകത്ത് അവർ 50 പേര് A+ അടിച്ചാൽ അത് അവർ അത് മാത്രമേ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. ഈ ജയിച്ചാരും വീടും. ബാക്കി പിള്ളേരും പഠിച്ചാൽ എങ്ങനെ ജയിച്ചതാ? 10ലും അതേ ഫ്ലെക്സ് ഒക്കെ ഉള്ളു. 10ലും +2 പിന്നെ ഒന്നുമില്ല. നമ്മൾ ആരും വെച്ചില്ല ഇതുവരെയായിട്ട്. നമുക്കുണ്ടായിരുന്നു 2+1. അതെ, നമുക്കും ഉണ്ടായിരുന്നു കുറെ പ്ലസ്. എനിക്ക് 8+. ശതമാനമായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മുടെ പറയണ്ട. എനിക്ക് കുഴപ്പമില്ല, ഉണ്ട്. എണ്ണ കുറച്ച് A+ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് വേണ്ട എണ്ണ കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ ചോറ് കിട്ടി. അതെ, ഇറക്കി വിട്ടില്ല. സന്തോഷമായിരുന്നു. പക്ഷെ ചില വീട്ടുകാരുണ്ട് 10A+ കിട്ടിയാലേ പറ്റുമെന്നും പറഞ്ഞ് ട്യൂഷൻ സെന്ററിൽ ഇങ്ങനെ കൊണ്ട് പ്രഷർ ചെയ്യുന്ന പിള്ളേർക്ക് അത്രയ്ക്ക് മാനസിക ബുദ്ധിമുട്ട്. അതെ, അത് കമ്പാരിസൺ ആണ്. അവനെ കണ്ടുപടി അവന്റെ കാലിൽ വെള്ളം ഇതൊന്നും അതിന് A+ എണ്ണം അങ്ങനൊന്നുമില്ല. ഇതൊന്നും ജയിച്ചു കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ചിന്തിക്കുന്നത് കുറവാണ്. അങ്ങനെ പ്രശ്നം യഥാർത്ഥത്തിൽ അത് പോരെ. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ +1 സീറ്റ് കിട്ടാൻ പോകുമ്പോഴത്തേക്കും സയൻസ് കിട്ടണമെങ്കിൽ ഇത്ര A+ ഉള്ള, അതായത് സയൻസ് സീറ്റിലേക്ക് 10 A+ ഉള്ള ഒരു 1000 പിള്ളേരുണ്ടായിരിക്കും.
അവർക്കായിരിക്കും മുൻഗണന. അവിടെ ഒരു A+ കുറവ്, അതായത് ഒരു A 9 A+ ഉള്ള പിള്ളേരുണ്ട്. അവര് പിന്നെ അത് റീ അലോട്ട്മെന്റോ അങ്ങനെ എന്തോ പറയുന്നത് എനിക്കറിയില്ല, റീവാലുവേഷൻ കൊടുക്കും. അതില് A+ ആയാലും ഓൾറെഡി ഇവര് വില്ലാവും. സയൻസ് മിക്ക നല്ല സ്കൂളിൽ സയൻസ് വില്ലാവും. എന്നാലും മാത്രമല്ല 60% മാർക്ക് കിട്ടുന്നവർക്ക് സയൻസിൽ അഡ്മിഷൻ കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടും. ഓൾറെഡി 100% എനിക്ക് കിട്ടിയായിരുന്നല്ലോ. ഇതിലൊക്കെ 40. അല്ലല്ല, എനിക്കുണ്ടായിരുന്നു. അതിനൊക്കെയാണ് കിട്ടിയത്. എനിക്ക് വാളോ? അതെ. ഓക്കെ, ഞാനിപ്പോ ഇത് വീഡിയോ ആണ് ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിക്കൊരു സുഹൃത്തുണ്ട്. അറിയാം സുഹൃത്തുക്കളെ എനിക്കറിയാം. സുഹൃത്തുക്കളെ ഞാൻ അതെ സുഹൃത്തുക്കളെ അവനെ നൻപി അവസ്ഥയായ അവൻ പറഞ്ഞത് ഞാൻ കാണുന്ന ബ്രൈറ്റ് ഫ്യൂച്ചർ പറയാൻ. ഓ, രണ്ടുപേരുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ. ബോയ്സ് കൗണ്ട് 2 ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സ് കിടന്നു വീട്ടിൽ തൂക്കി. അതൊക്കെ ഒരു കാലം. ഇപ്പൊ എക്സാം ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ഈ 10 എക്സാം ആണ്. ഇപ്പൊ എല്ലാവരും ഒരു ചിന്ത, ഈ മാർച്ചിന് വരുമ്പോഴത്തെ എല്ലാവരും ടെൻഷൻ ആയിരിക്കും. അതായത് വിദ്യാർത്ഥികളെല്ലാം ടെൻഷൻ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഭൂരിപക്ഷം പേര് എനിക്ക് നമുക്കറിയുന്ന എല്ലാവരും പിള്ളേർ, ഈ 10+ പഠിക്കുന്ന കുറെ പിള്ളേർ നമ്മുടെ വീഡിയോ ആണ് വരുന്നത്. അവര് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ അടുത്തറിയുന്നവരായാലും അല്ലാത്തവരായാലും ചേട്ടാ കൊള്ളാമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു, നമ്മൾ ഈ ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം അവരുടെ കുറച്ച് പേരുടെ റിക്വസ്റ്റ് ഉണ്ട്. അതായത് അവര് ഈ 10ലെ കാര്യം പറയുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇങ്ങനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ നമുക്ക് തോന്നുന്നതാണ്. കാരണം ഇപ്പൊ ഈ മാർച്ച് അറിയാലോ, എക്സാം മന്ത് ആണ് മാർച്ച്. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും 10 അല്ലെങ്കിൽ 10, 10th, +2 നമ്മളെല്ലാവരും എക്സാം എഴുതി നമ്മൾ ആ ഒരു പേടി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്തോ ഒരു കടമ്പ ഈ പറഞ്ഞ ടേണിംഗ് പോയി നമ്മൾ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞു തരാം. അപ്പൊ ഇനി ഇപ്പൊ 10ലെ കുറെ പിള്ളേരുണ്ട്, +2 വരുന്നത്. അപ്പൊ 10ലെ പിള്ളേർ എടുക്കാം, അവർ എഴുതാൻ പോകും, എക്സാം എഴുതാൻ പോകും. അപ്പൊ അവർക്ക് എന്തായാലും ഒരു പേടിയാണ്. ഓൾറെഡി നമ്മൾ അനുഭവിച്ച പേടി. എല്ലാവർക്കും ഒരു പേടിയാണ്. ഇപ്പൊ 10ലെ പിള്ളേരുടെ നിനക്ക് ഇപ്പൊ അവർക്ക് പേടിയാണ്. എത്ര നമ്മൾ ഉപദേശിക്കാറുമല്ല, നമുക്ക് അതിന് ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരിക്കലും നമുക്ക് അത് അവർ ഉദ്ദേശമല്ല. അവർക്ക് ആ ഒരു എക്സാം ഫിയർ അത് മാറാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അതൊന്നും അതിനകത്ത് ഒരു കടമ്പ, ആ ഒരു കടമ്പ അവരെങ്ങനെ ചാടാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കടമ്പ മാറുന്നത്. എനിക്കിപ്പം പിള്ളേരോട് പറയുന്നതിനേക്കാട്ട് മുമ്പ് എനിക്ക് ടീച്ചർമാരോടും പേരൻസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കാരണം കുട്ടികൾ ഇത്ര ഒരു വലിയ പ്രഷർ അടിച്ച് ഏൽപ്പിക്കുന്നത്. അതിനെ അത്ര സിമ്പിൾ ആയിട്ട് കണ്ടിട്ട് അവർക്ക് മാക്സിമം കോൺഫിഡൻസ് കൊടുക്കുക. അവരെ ആദ്യം വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അവരെ കൊണ്ട് ചെയ്യുമോ, അത് അവരെ കൊണ്ട് അവരത് കയറി വരും. അല്ല അതിനകത്ത് ഒരുപാട് നമ്മൾ പ്രഷർ ചെയ്യുമോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കും ടെൻഷൻ ആവും. അങ്ങനെയൊക്കെ പിള്ളേരുടെ മനസ്സിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ പറയാൻ പറ്റും. നമ്മുടെ ന്യൂസ് ഇപ്പം കാണുന്നു. അല്ല വേറെ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഒരു മിനിമം ടാലന്റ് ഉണ്ട്. അതെല്ലാരും പഠിക്കുന്നവര്, എല്ലാരും. എനിക്ക് തോന്നുന്നില്ല ആരും അത്ര പുറകോട്ട് ഇരിക്കുന്നവർ ആരും ഉണ്ടെന്ന് തോന്നുന്നു. പുറമോട്ടെന്ന് പറയണ അത് പലർക്കും പല കഴിവായിരിക്കും. എന്നാലേ ഒരിക്കലും ഒരു എക്സാം ഫെയിൽ ആവുന്ന രീതിയിലുള്ള ആരും കാണുന്നത്. എല്ലാവർക്കും അവർക്ക് ആ ഒരു കഴിവുള്ളവരാ. ഇല്ല, പിള്ളേർ പഠിച്ചോളും. അപ്പൊ ഇത് എക്സാം എന്ന് പറയുമ്പോ ഒരു ട്രെയിനിങ് പോയിന്റ് ആയിട്ടൊന്നും കാണണ്ട, അല്ലാതെ ജയിക്കുക എങ്ങനെയെങ്കിലും അല്ല, എങ്ങനെയെങ്കിലും അല്ല, പഠിക്കുക ജയിക്കുക, അല്ലാതെ പേടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാല് നമുക്ക് ഉള്ളത് കൂടെ മറന്നൊക്കെ അനുഭവത്തിന്റെ പിടിച്ചെന്ന് പറയുന്നത്. നമുക്ക് പറ്റുന്നത്ര മാക്സിമം പഠിക്കുക. വേറെ കാര്യമുണ്ട്. നമ്മളൊക്കെ ഇപ്പം നമ്മുടെ കാര്യം പറയാൻ തന്നെ ഈ പഠിച്ച ഒരു വർഷം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ബുക്ക് പോലും തുറന്നു നോക്കാതെ അവസാന എക്സാമിന്റെ ഡേറ്റ് വരുമ്പോ ഒരു 30 ദിവസം മുമ്പേ ഡേറ്റ് വരും. 30 ദിവസം മുമ്പേ ഡേറ്റ് വന്നിട്ട് അന്നേരം ഒരു പേടി വരും. അല്ല പേടിച്ചിട്ട് വിചാരിക്കാതെ ഇനി 30 ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ എന്നെ തുടങ്ങും. ഇനി 29 ഉണ്ടല്ലോ. എക്സാമിന്റെ 3 ദിവസം മുമ്പ് ബുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു ഉണ്ണാകം മനസ്സിലാവും. പിന്നെ ഒരു പേടിയുണ്ട്. പിന്നുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക എന്നുള്ളതാണ്. കോപ്പി അടിക്കാനായിട്ട് ഈ നമ്മുടെ അടുത്ത ഇപ്പൊ ഒരു വലിയ 2 പേരാ. അപ്പൊ നമ്മളെപ്പോ ഒരാളാണ് അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറും. 2 പഠിക്കുന്നൊരുത്തനെ കിട്ടാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് പിന്നെ പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക. നിങ്ങളെ പേര് വരുന്ന എനിക്ക് ആദ്യമായിരുന്നു. അതല്ല, ഏറ്റവും ഫ്രണ്ടിൽ ഒരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ലാസ്റ്റ് പറയാം കഥ. അല്ല അതുകൊണ്ടല്ല, നമ്മൾ ഈ പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. ഭാവിയില്
ഇപ്പം നമ്മളെ അന്ന് പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അറിവ് കിട്ടിയാൽ എന്ന് ചിന്തിക്കും. ഇപ്പഴല്ല, ഇപ്പൊ നീ പറഞ്ഞില്ലയോ ഇപ്പൊ നീ എന്തായാലും കോപ്പിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് കോപ്പിയുടെ അപ്പൊ എന്തായാലും കോപ്പി അടിക്കാത്ത കാണത്തില്ല. അല്ല കാണും, കോപ്പിടിക്കാത്ത പിള്ളേര് കാണും. അല്ല നമ്മുടെ പഠിച്ചെഴുതുന്ന പിള്ളേര് കാണും. അല്ല പഠിച്ചെഴുതുന്ന പിള്ളേര് കാണും. നമ്മള് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ CCTV അല്ല, ഈ പറയുന്ന നമ്മളെ പറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാജിനറി നമ്മളങ്ങനെ പഠിച്ചു ജയിച്ച പഠിച്ചത് നമ്മൾ എവിടെയോ കൊണ്ടാവുന്നത്. എവിടെ വന്നിരിക്കുന്നത്? ഈ സോഫയിൽ വന്നിരിക്കുന്നത്. അതിനപ്പുറത്തോട്ട് വരുമ്പോഴത്തില്ല. ഡോക്ടറാവട്ടെ ഞാൻ പഠിച്ചെന്നെങ്കിൽ ഡോക്ടർ ആവണ്ടായിരുന്നു. അത് അന്ന് ഒരു ദിവസം ഒരു എൻട്രൻസിന്റെ എക്സാം വന്നു. നമ്മളെ കൂടെ പഠിച്ചവരല്ല 4,000 രൂപ 500 രൂപയുടെ എക്സാമിന്റെ ഫീസ് ആയിട്ട് വേണ്ടി ചോദിച്ചത്. അവര് പോയില്ല, അവരെ പൈസ കൊണ്ട് പോയി. ഞാൻ അച്ഛനോട് ചോദിച്ചു 1,500 രൂപ വിടാൻ പറ്റുമോ? ഈ പോയിട്ട് അറിയില്ല, എന്റെ പൈസ ഒറ്റ നിലവ് തീർത്ത്. പോയിട്ട് നമുക്ക് മൈനസിന് മൈനസിന് കൂട്ടിയ നല്ല മാർക്കുണ്ടായിരുന്നു. താഴെ നിന്ന് തുടങ്ങി ഞാൻ ഫസ്റ്റ്. അത് അവന്മാർ എഴുതുന്ന എഴുതാത്തൊരു പോലെ ഉള്ളൂ. ഒരു ആശ്വാസമല്ലേ? ഈ കോപ്പിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് എക്സാം ഹാള് പറയാം. ഇപ്പൊ കാരണം നീ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഈ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ ശരി, നീയൊക്കെ ഇതൊരു സപ്പോർട്ടീവ് ആണോ, കോപ്പിടിയൊക്കെ ഒന്ന് വലിയ മഹത്തായ കാര്യമാണോ ചിലപ്പോ ചോദിക്കുമായിരിക്കും. വരുമായിരിക്കും. ഒരിക്കലും മഹത്വം നമ്മൾ ഒരിക്കലും പറയുന്നത് 100% തെറ്റ് തന്നെ. അതായത് കഷ്ടപ്പെട്ട് രാത്രി ഉറക്കൊളിച്ച് പഠിച്ച് എക്സാം എഴുതുന്ന പിള്ളേരെ കളിയാക്കുന്ന പരിപാടിയാണ്. അതായത് അവരുടെ അധ്വാനത്തിന് ഒരു വില ഇല്ല എന്ന്, അതായത് ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു വില ഇല്ലാതായി പോയെന്നുള്ള ഒരു പരിപാടിയാണ് ഈ കോപ്പി അടിച്ച് എഴുതുന്നവർ. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തവരാ, ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാരും ഭൂരിഭാഗം കുറച്ചു പേരെങ്കിലും. അത് പറഞ്ഞപ്പോഴാ എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ ഒരു അത് ആരായിരുന്നു? അബ്ദുറബായിരുന്നാ? അബ്ദുറബൊന്നും അല്ലായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ട് 10 വർഷം ആയില്ലല്ലോ. 10 വർഷം 10 വർഷം 10 വർഷമായിട്ട് മറ്റേ ശിവൻകുട്ടി SSLC വലിയ അല്ലല്ല +2 കൊറോണ സമയത്തായിരുന്നു. അത് മൊത്തം വീട്ടിൽ നിന്ന് ജൂനിയേഴ്സിനെ പോലും കണ്ടില്ല +2ലൊക്കെ. അങ്ങനെ പോയി. SSLC വലിയ പ്രഷറൊന്നും ഇല്ലായിരുന്നു. ഞാൻ ട്യൂഷനൊക്കെ പോവായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നായാലും വലിയ പ്രശ്നമൊന്നുമില്ല, ജയിച്ചാ മതി അങ്ങനെ ഒരു രീതിയിൽ ഉള്ളായിരുന്നു. മനസ്സിലായി. സ്വന്തം മകന്റെ കാലിബർ വീട്ടുകാർ മനസ്സിലാക്കിയ ശേഷം പിന്നെ 2 വയസ്സ് മനസ്സിലാക്കിയത് ജയിച്ചാ മതി. ഞാൻ എന്താ പറയുന്നത് A+ ഒക്കെ ഉണ്ട്, ബോണസ് എന്നോട് നോക്കിട്ട് വരാൻ പറഞ്ഞു. അതെ, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കൂളായിട്ട് തന്നെ പോയി. പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് +2ലായാലും SSLC ആയാലും അന്ന് കുറച്ച് ടെൻഷൻ അടിച്ച പോലും വേണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാ, അതേപോലെ പോകും. 10ഒന്നും പിന്നെ ആവശ്യം വന്ന പോലും ഇല്ല. അങ്ങനെ പറയല്ലേ. അതല്ല നമ്മൾ ഈ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത് എല്ലാം +2 ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 10 എന്നുള്ളത് ഈ +2 കയറാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഡിപ്ലോമ കോഴ്സിനൊക്കെ ഡിപ്ലോമ ചോദിക്കും. അല്ലാതെ കോഴ്സിന്റെ ബേസ് ആണ് 10. ഡിഗ്രിയുടെ അതിന് പിന്നെ 50% മാർക്ക് മതിയായിരുന്നു. 10 വേണം. നീ പറഞ്ഞല്ലോ ഇതിന്റെ 10 എക്സാം നീ പറഞ്ഞല്ലോ, ഓർമ്മയില്ലെന്നോ? സത്യം പറഞ്ഞ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഞാൻ കോപ്പി അടിച്ചോ. ഞാൻ നല്ല രീതി കോപ്പി അടിച്ചു തന്നെ. കോപ്പി അടിക്കുന്ന ഈ പറയുന്ന ചില്ലറ കാര്യമൊന്നല്ല. അതാ കുറച്ച് കഴിവ് കൂടിയവരുടെ പരിപാടിയാണ്. കഴിവേറിയുള്ള പരിപാടിയാണ് കോപ്പി അടി. അതെ, കഴിവേറിയ കുറച്ച് പേർ. ഈ നിൽക്കുന്ന സാറ് തിരിയുന്ന സമയത്ത് നോക്കണം. സാർ തിരിയുമ്പോൾ സാർ ഒരു പേരെടുക്കാൻ അതെ, ആരെങ്കിലും വന്ന് ഒരു കാര്യം പുറത്ത് ചായ കൊണ്ടുവരുമ്പോൾ ചില സാറന്മാര് കേറുമ്പോ നമുക്ക് ഭയങ്കര ആശ്വാസം. മെയിനായിട്ട് PT സാറൊക്കെ കേറി കഴിഞ്ഞാൽ അല്ല 10ന്റെ മെയിൻ എക്സാമിന് അപ്പൊ ആ വെളിയിൽ നിന്ന് വരുന്നവരില് ചില ടീച്ചർമാര് വന്ന് ഭയങ്കര സപ്പോർട്ടായി. നിങ്ങൾ മിണ്ടാതിരുന്ന് എന്താന്ന് വെച്ചാ എന്റെ ക്ലാസ്സിനെ പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരുന്ന് കോപ്പി അടിക്കുകയാണെങ്കിൽ സമ്മതിക്കാം, സംസാരിച്ചുകൊണ്ടുള്ള പരിപാടി ഉണ്ടോ അതിൽ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അതുകൊണ്ട് ജയിച്ചു പറഞ്ഞു. ഓക്കെ ജിത്തുമോനെ, നീ എന്തായാലും 10 ലക്ഷം നീ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം കണ്ടവനാ. അതെ, ഇവിടെ നാട്ടിലൊക്കെ ഭയങ്കര അതാ ആഘോഷമായിരുന്നു. ലഡു ലഡു എന്താ അമ്മ ലഡു ജയിച്ച അച്ഛനാ ജയിച്ചല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഒരു എക്സാം? കോപ്പി അടിച്ചിട്ടുണ്ട്. കോപ്പി അടിച്ച അന്ന് ഈ പറയുന്ന അതിനൂതനമായ ചെയ്തിട്ടുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആയി പോകും. പഠിച്ചിട്ടുണ്ടേ കോപ്പി അടിച്ചതിനെക്കാട്ടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പഠിച്ചു വരുന്നത്. ഞാൻ എന്റെ കാര്യം പറയാൻ ഞാൻ അങ്ങനെ ഒരു എക്സാം എനിക്ക് ഒരു ആ ഒരു മാർക്ക് കിട്ടുമ്പോൾ എന്റെ കാര്യം ഞാൻ പറയാം. നോക്കുവാണെങ്കിൽ എന്റെ ഒരു കെമിസ്ട്രി ഇന്ത്യയിൽ ഞാൻ പഠിക്കാൻ കഴിയും. കാരണം നമുക്ക് അത്രയ്ക്ക് നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അനങ്ങാൻ സമ്മതിക്കാതെ നമ്മളെ പഠിപ്പിക്കാൻ വൃത്തിയായിരുന്നു. പഠിച്ചേ പറ്റും എന്നുള്ളത്. അങ്ങനെയുള്ള ടീച്ചർ ഒരു ഇന്ത്യയുടെ ഒരു സാറും ഉണ്ടായിരുന്നു. അവര് നമ്മളെ ആ വിഷയം വൃത്തിയായിട്ട് പഠിച്ചാൽ കഴിയുക. ബാക്കിയൊക്കെ പിന്നെ ഇച്ചിരി ചെയ്യപ്പെട്ട കൊണ്ടുവരുമ്പോ നമ്മൾ കൊണ്ടുപോകും. അറിയാത്ത കുട്ടികൾ വരുമ്പോ എന്തായാലും നമുക്ക് നോക്കണം. അന്ന് ഈ പറഞ്ഞാൽ ഈ പ്രഷർ അങ്ങനെ അറ്റ 10 ടീച്ചർ എനിക്ക് കയറിയേ പറ്റും. ഇന്നലെ +2 നല്ല സീറ്റ്. മോനെ പറയടാ, ഇതുപോലെ തന്നെ എങ്ങനെയായിരുന്നു താങ്കളുടെ 10ലെ ഭൂരിപക്ഷം? കോപ്പി അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം മലയാളം പിന്നെ നമുക്ക് ഇല്ല ഒരിക്കലും പറഞ്ഞില്ല. അതെ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, പിന്നെ നമുക്ക് മോറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതാണ് ഈ മോഡൽ എക്സാം ഒരു തോറ്റിട്ട് നമ്മളെ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. തോറ്റ പിള്ളേരെ മാത്രം പിടിച്ചിരുന്ന ഒരു ക്ലാസ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നോക്കിയപ്പോ ഇവിടുത്തെ കളി അത് എല്ലാ ഡിവിഷനിലും കുറയും. എല്ലാ ഡിവിഷനിലും എല്ലാവരും കൂടെ ഫ്രണ്ട്സാ. എല്ലാ ഡിവിഷനിലും 60 പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഏറ്റവും നമ്മുടെ ക്ലാസ് ഇന്നലൊക്കെ നമ്മൾ താഴെ കൂടെ നമ്മൾ ആദ്യം ആരും കാണത്തില്ല. 4-5 പേര്, ബാക്കി എല്ലാരും വരില്ല. പക്ഷെ ഈ മോഡൽ എക്സാം കഴിഞ്ഞപ്പോ തൊട്ട് പേടിയുണ്ടായിരുന്നു എനിക്ക് ജയിക്കില്ല. കാര്യം 10ാം ക്ലാസ്സിലെ ഈ ടേണിംഗ് പോയിന്റ് അങ്ങനെ 45 ദിവസം കൊണ്ടിരുന്ന് പഠിച്ചതാ. കോപ്പി അടിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ്, പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ ഈ കണക്കുണ്ട്, പിന്നെ കെമിസ്ട്രി, ഇതെല്ലാം കോപ്പി അടിച്ചു തന്നെ. ലേബറിന്റെക്കകത്തുള്ള മിക്ക ചോദ്യങ്ങളും എക്സാമിൽ ലേബറിന്റെ ഭയങ്കര ഉപകാരമായിരുന്നു. കറക്റ്റ് സൈസ് നമുക്ക് തരും. കോപ്പി എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് കെട്ടി ഞാൻ എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഇത് തുണ്ട് വെട്ടി തുണ്ട് റെഡ്യൂസ് ചെയ്യാൻ അറിയാം. ഇത് കോപ്പി എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ചെറുതാക്കും. ഇത് വെട്ടി നമ്മള് പോക്കറ്റ് കൊണ്ട് പോയിട്ടേ ഏത് ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞോളൂ. ഇത് വെട്ടിക്കൊണ്ടുപോയി ഉത്തരം ഏത് ചോദ്യത്തിനാ പറയുന്നത്? അല്ല, സത്യം സബ്ജക്ട് അറിയാതെ ഇരിക്കുന്നത് തന്നെ. സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഏത് പോകല് ഏത് ഉത്തരം ഈ സാധനം എവിടെ ഇരിക്കുന്നത് ഇരിക്കേണ്ടല്ല അറിയാം. ഇരിക്കേണ്ട ഈ ഉത്തരം ഈ ചോദ്യത്തിന്റെ ഇത് എവിടെ എഴുതണം അതൊക്കെ ചോദിക്കും. അടുത്തിരിക്കുന്നവർ ചോദിക്കും ഇത് എവിടെ എഴുതണം അറിയത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞാൽ അല്ല, ഇപ്പൊ തമാശകൾ അവരുടെ അത് വെറും മണ്ടത്തരങ്ങളാണ് കാണിച്ചിട്ട് കഴിഞ്ഞാലേ. അല്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നും ആവാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അല്ല, അങ്ങനല്ല, ഒരുപാട് A+ വാങ്ങിച്ചവരൊന്നും വലിയ മിടുക്കന്മാരും അങ്ങനെ കിട്ടാത്തൊരു മണ്ടന്മാരുമല്ല. എല്ലാവരും ഒരുപാട് കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഷെഫാ, ഇപ്പൊ ആ ഒരു കഴിവ് നമുക്കില്ല, അല്ലെങ്കിൽ വേറെ പഠിച്ചവർക്കില്ല. അല്ല, ഇപ്പം ഞാനും ഇതുപോലെ ഞാൻ പറയാം, ഞാൻ ഫണ്ട് ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച നല്ല മാർക്ക് മേടിക്കുന്ന പലരും നല്ല മാർക്ക് മേടിക്കുന്ന ഇപ്പൊ 1-2 പേര് ഇപ്പം പുറത്ത് വണ്ടി ഓടിക്കുക. വണ്ടി ഓടിക്കുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യം നല്ല ശമ്പളം കിട്ടുന്ന പണിയാ, നല്ല റിസ്ക് ഉള്ള പണിയാ. പക്ഷെ അതിന് ഈ പറഞ്ഞ
ജസ്റ്റ് ജയിച്ചാൽ മാത്രം മതി. വണ്ടി ഓടിക്കാൻ 10% ആവശ്യമില്ല. ഇല്ല, പക്ഷെ അതാ ഞാൻ പറഞ്ഞത്. അവിടെ ഇതിലും പാടാ, അവിടെ ഭാഷ പഠിക്കണം. ലാംഗ്വേജ് ഓക്കെ, പക്ഷെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇപ്പൊ പറഞ്ഞ 10 എക്സാം ഭയങ്കര ഇതിന് ഒരുപാട് ഇപ്പം 6 A+ അല്ലെങ്കിൽ 10 A+ മേടിക്കേണ്ട കാര്യമില്ല. എക്സാം പറയുമ്പോ ജയിക്കും തോക്കും, ഓക്കെ, അല്ല ജയിക്കും തോക്കും. അതൊരു എക്സാം അല്ല, അത് എന്തിന്റെ ഒരു മത്സരം എന്നൊരു സംഭവം ഉണ്ട്. അതിനൊരു ജയമുണ്ട് തോൽവിയുണ്ട്. ചിലപ്പോൾ മാർക്ക് കുറയാൻ, അല്ലെ നിങ്ങൾ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ലായിരിക്കും. അതൊക്കെ ജീവിതത്തിൽ ആ സമയത്ത് നിങ്ങൾ എഴുതുന്ന അല്ലെ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ എക്സാമിൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഉത്തരവായിട്ട് നിങ്ങൾ എഴുതുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആവത്തില്ലായിരിക്കും, പക്ഷെ അതൊരു അവസാനമല്ല. അത് +1 +2 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ, അതല്ല. അത് ചിലപ്പോ അവർ ഉദ്ദേശിച്ച മാർക്ക് കിട്ടത്തില്ല. അതായിക്കോട്ടെ, അത് അവിടെ തീരുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ജീവിതമുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഇപ്പൊ ഇനി കേൾക്കാൻ പോകുന്നത് ദൈവം കേൾക്കാതിരിക്കട്ടെ. ഇനി ഈ എക്സാം കഴിഞ്ഞ് റിസൾട്ട് ഇടുന്ന ടൈമിൽ കേൾക്കാൻ പോകുന്നത് മാർക്ക് കുറഞ്ഞ പിള്ളേരും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ആ ടെൻഷൻ കാരണം ചിലപ്പോൾ അതാ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു അവസാനമല്ല. അതായത് ജയവും തോൽവി ഒരു മത്സരം ഉണ്ടെങ്കിൽ ഇപ്പൊ എക്സാമിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഒരു മിനിമം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാരും ജയിക്കും. അവർക്കൊരു അല്ലെങ്കിൽ ഒരു എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല എനിക്ക് സെക്കൻഡ് അങ്ങനെ ഇതില്ല, എന്തായാലും ജയിക്കും. ഒരു 100 പിള്ളേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50 പേർക്ക് A+ കിട്ടും, അങ്ങനെ പോകും. അതാ പറഞ്ഞു ഈ എക്സാമിന്റെ A+ അല്ലല്ലോ നമ്മുടെ ജിയോ അളക്കുന്നൊരു. അത് ഉണ്ടാവും. നിങ്ങൾ അളക്കുന്നതാണ്, പക്ഷേ ഇതിന് അവസാനമല്ല. ലക്ഷ്യമായിട്ട് പഠിക്കുന്ന പിള്ളേരും ഉണ്ട്. 10ല് നല്ല മാർക്ക് കിട്ടിയാലേ +2 കിട്ടും, +2 കിട്ടിയാലേ അധികം കിട്ടും, അങ്ങനെ പോകുന്ന പിള്ളേരും ഉണ്ട്. അത്ര സ്ട്രെയിൻ എടുത്ത് പഠിക്കുന്ന പിള്ളേരുണ്ട്. അതൊരിക്കലും നിങ്ങളുടെ അവസാനമല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കും. മറ്റേ പറയുന്ന പോലെ ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ. അതാ ഒരു ദിവസം നിങ്ങൾക്ക് വരും എന്നത് തോൽവല്ലോ, ഒരു A+ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു A ആയിരിക്കും, ഒരു 2 പോയിന്റ് ആയിരിക്കും, ആയിക്കോട്ടെ. അതൊരിക്കലും നിങ്ങൾ വേറൊരു ചിന്തയിലോട്ട് പോകരുത്. അത് വീട്ടുകാർ മനസ്സിലാക്കുക, ഇത് കാണുന്നവരെല്ലാരും മനസ്സിലാക്കണം. നിങ്ങളെ അല്ല അവരുടെ കുട്ടികള് പരമാവധി അവരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. അവര് അത് ഒരു മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പിള്ളേരുടെ കാലിബർ മനസ്സിലാക്കുക, അത് സപ്പോർട്ട് ചെയ്യുക. ഈ മന്ത്രി പറഞ്ഞ നമ്മുടെ നാട്ടില് ഡോക്ടർമാര് എഞ്ചിനീയർമാര് മാത്രം പോരല്ലോ, കർഷകര് വരണം, ഓട്ടക്കാര് വരണം, മറ്റല്ലെങ്കിൽ വേറെ അത്ലറ്റിക്സ് വരണം, എല്ലാം വരണം. ഒരു കണക്കാണേ എല്ലാരും ശരി. ഒരു ആ സിമെന്റ് മിക്സ് മറ്റേ അല്ല, അതായത് നമ്മുടെ കോഴ്സ് അതാ മറ്റേ മാറിക്കണമെങ്കിൽ നമുക്കില്ല 2 മറ്റേ ഞങ്ങള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു തന്നെ ഇതേ അതും ഈ പറഞ്ഞേ അത് ജസ്റ്റ് ജയിച്ചാൽ മതി. പിന്നെ ഈ അതിന്റെ സർട്ടിഫിക്കറ്റിനല്ല വിലയെന്ന് പറഞ്ഞ പണി അറിയാന്നുള്ളതാ. ഒരു കറിക്ക് ഉപ്പിടുന്ന അളവ് അറിയണം, പാകത്തിന് പറഞ്ഞിട്ടുണ്ട്, പാകം അറിയണേ. അതെ, ഇപ്പൊ എക്സാമിന് നിങ്ങളെല്ലാം പറഞ്ഞില്ല. ഇപ്പൊ എന്റെ കാര്യം പറയണമെങ്കിൽ അതിനായിട്ട് എനിക്ക് 10ലെ എക്സാം ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, കാരണം കോപ്പി അടിച്ചിട്ടില്ലെന്നല്ല. എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ഇവന്റെ കാര്യമായിരിക്കും പറയാനുള്ളത്. അതുകൊണ്ട് പറഞ്ഞ് നിർത്താൻ കുറെ ആയി ലെങ്ത് കൊണ്ട്. എനിക്ക് ഞാനും രാമന്റെ ഞങ്ങളുടെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ഹോട്ടൽ, അതായത് ഈ ആൽഫബറ്റിക്കിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ എയുടെ, അത് അന്ന് പ്രാവിയത് ഞാൻ ആ എക്സാമിന്. ബാക്കി എല്ലാ എക്സാമിനും എനിക്ക് ഓക്കെ ആയിരുന്നു. +1 +2 ഞാൻ എനിക്ക് അങ്ങോട്ട് എന്നെ കൊണ്ട് ഇരുത്തി ഞാൻ നോക്കിയപ്പോ എന്റെ മുമ്പ് ഭിത്തി. ഞാൻ ഭിത്തിയെ നോക്കിയിരിക്കുക, എന്റെ പേര് ആരുമില്ല. ഭിത്തിയുടെ തൊട്ട് മുന്നില് ഇടത്തെ സൈഡ് ഡോറ്, വലത്തെ സൈഡ് സാറ്. ഇതിന്റെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു. സത്യം ഞാൻ പറയാം, മറ്റേ ഋത്തിക് റോഷന്റെ സീൻ അറിയാവോ? അതായത് മറ്റേ ഉണ്ണികൃഷ്ണൻ ഇരുന്നിട്ട് ദർബാരെ തിരിഞ്ഞു സെയിം എക്സാക്ട് സാധനം. ഞാൻ ബാക്കിങ് ഞാൻ ഇങ്ങനെ ഞാൻ അന്ന് ഇതേ സാധനം. അതിന്റെ വേറൊരു സിനിമ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അറിയത്തില്ല, തോക്ക് ഉറപ്പായി. ഒരു അക്ഷരം എഴുതാതെ അപ്പൊ ഞങ്ങളുടെ ദേവദൂതരെ പോലെ ഞങ്ങളുടെ സാറ് വന്നു. ഞങ്ങളുടെ സാറ് അവിടുത്തെ സാറ് ഞാൻ കുറെ ക്വസ്റ്റ്യൻ സിലബസാ, ഞാൻ ഇതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജയിക്കാനുള്ള ഉത്തരം എന്റെ ഉണ്ട്, ഇത് എഴുതിയിട്ട് കൊടുത്തോളാൻ പറഞ്ഞു എല്ലാവർക്കും. ഇല്ല അജു വർഗീസ് മറ്റേ എതിനകത്തറിയോ, മറ്റേ ഓം ശാന്തി ദിവസനൊക്കെ മറ്റേ വട്ടം വരുമല്ലോ ബാക്കിൽ, ദൈവം പറഞ്ഞു തന്ന സീന് അനിൽ സാർ നന്ദി അല്ലേ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ ആ കഥവിന്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഉത്തരം പറഞ്ഞു.
വരെ കിട്ടുമ്പോ എഴുതാണോ സ്പീഡ് എന്ത് വേറൊന്നും അറിയത്തില്ല. അപ്പോഴേ അജു വർഗീസ് മറ്റേ പുണ്യാളെ നിൽക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലെങ്കിൽ ചുറ്റും പട്ടം. അതായിരുന്നു അല്ലെങ്കിൽ തോറ്റുപോയത്. സത്യം. അങ്ങനെയൊക്കെ ഞാൻ ഹോട്ടലിൽ വരെ എനിക്കൊന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇവൻ അതിന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഇവന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാണ്. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തില്ല. എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. കോപ്പി അടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മള് പാർട്ടായിട്ട് ഇറങ്ങണം. ഇത്രയും വർഷം പഠിച്ചില്ലേ? അതെ. ഇപ്പൊ നമ്മളിപ്പോ ഞങ്ങളെല്ലാരും ഇപ്പൊ ഒരു ഭൂരിപക്ഷം പോലെ നമ്മള് കോപ്പി അടിച്ചിട്ടുണ്ട്, എന്നാൽ കോപ്പി അടിക്കാതെ എഴുതിയ സബ്ജക്റ്റുകളുണ്ട്, പഠിച്ചെഴുതിയിട്ടുണ്ട്, പഠിച്ചെഴുതിയിട്ടുണ്ട് ഞങ്ങള് കോപ്പി അടി സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല കോപ്പി അടിക്കുന്നത്. നല്ലൊരു കാര്യമല്ല. അപ്പൊ അത് കഷ്ടപ്പെട്ട് രാത്രി ഒഴിച്ചിരുന്ന് പഠിച്ച് എഴുതുന്നവരെ അവരുടെ ഒരു എഫേർട്ടിനെ നമ്മൾ മാനിക്കാത്തൊരു പരിപാടി. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പരമാവധി നിങ്ങൾ എല്ലാരും പഠിക്കുക, എന്നാലേ പ്രയോജനമുള്ളൂ. 4 അക്ഷരം കട്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ ഒക്കെ ഇരിക്കേണ്ടി വരും. ഒന്നും ആവാതിരിക്കേണ്ടി വരും. ഇപ്പൊ നമ്മള് ഒരു ജയിക്കാൻ വേണ്ടിട്ട് നമ്മള് കോപ്പി അടിക്കും. ഭാവിയിൽ നമ്മള് അത് അന്നേരം തന്നെ ഉള്ളൂ. എടാ അത് അവിടുത്തെ കരകയറ്റമാ. അവിടുന്ന് കര കയറും, പിന്നെ കേറാൻ പറ്റത്തില്ല, പിന്നെ ഇതില്ലാൻ പറ്റത്തില്ല. ടേണിംഗ് പോയിന്റ് ആണ് എന്ന് പറയുന്നത് അതൊരു പിന്നെ നമ്മളങ്ങനെ അല്ല എന്ന് പറയുമ്പോ പോലും അല്ലാതെ പഠിക്കുന്ന പല കാര്യങ്ങളും ഭാവിയിൽ ഉപകാരപ്പെടുന്ന. ഞാൻ പറയട്ടെ, ഇപ്പൊ +1 +2 പഠിച്ചു കഴിഞ്ഞാൽ കോളേജിലോട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഇതിനപ്പുറമാണ് 4 വർഷം പഠിച്ചാലേ പറ്റത്തുള്ളൂ. 4 വർഷം ഡിഗ്രി കോഴ്സ് ആലോചിച്ച് നോക്ക്. നമ്മള് പഠിക്കുമ്പോ തന്നെ സാറ് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങള് 10 ഞങ്ങൾക്കും പഠിക്കാനുണ്ടായിരുന്നു. 10 ആര് പഠിച്ചു? അതാ പറഞ്ഞത്. അതുകൊണ്ട് പഠിക്കുക. പഠിച്ചില്ല മറ്റേ വായിച്ചാ വളരും, അല്ലെങ്കിൽ വളയെന്ന് പറയുന്നത് പഠിച്ചാ വളർന്ന് പഠിച്ചു വളരുക. അപ്പൊ നിങ്ങൾ എല്ലാരും നല്ലോണം എക്സാം വരികയാണ്, പഠിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവരും മാക്സിമം പഠിക്കുക. മാക്സിമം അത് സമയം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ 1 മണിക്കൂർ ഒരു വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറോടെ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഉറക്കമൊഴിച്ച് അങ്ങനെ ആരെയും അതൊന്നും പഠിക്കണം. നിങ്ങൾ വൃത്തിയായിട്ട് തുടങ്ങിയാലേ നിങ്ങൾ പഠിച്ചത്. അതെ, മിനിമം ഒരു 8 മണിക്കൂർ, പ്രോപ്പർ 8 മണിക്കൂർ, അല്ലെങ്കിൽ 6-7 മണിക്കൂറെങ്കിലും 7 മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് ഇറങ്ങുക. ഒരു 1.5 മണിക്കൂർ, നിങ്ങൾ 1 മണിക്കൂർ 1/2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പഠിക്കുക. അവിടെ നമുക്കിനിപ്പം കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് വല്ല വേറെ നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോ നമുക്കൊരു തോന്നിയപ്പോ നമ്മളത് കണ്ടവിടെ നമ്മുടെ കുറച്ച് അനിയന്മാര് നമ്മുടെ ഇങ്ങനെ പറഞ്ഞപ്പോ ചേട്ടാ ഇങ്ങനെ വീഡിയോ ചേട്ടാന്ന് പറഞ്ഞപ്പോ നമ്മളത് ചെയ്യാന്ന് കരുതിയതാണ്. സത്യം പറഞ്ഞാൽ ആക്ച്വലി ടോപ്പിക്ക് വേറെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നമ്മളും പ്രിപ്പയർ അല്ല. സത്യം പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ അനിയന്മാര് പറഞ്ഞപ്പോ ഓക്കെ നമ്മൾ ചെയ്യാൻ, നമുക്ക് കുറച്ച് അനുഭവങ്ങൾ പറയാനായിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം എക്സാം എഴുതുന്ന എല്ലാവർക്കും എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും നമ്മുടെ all the best. All the best. Thank you.